Dear students, today I am going to discuss data communication. Communication എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ഡാറ്റ ഇലക്ട്രോണിക്കലി ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ദാറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഡിവൈസസ് വൈ സം ഫോം ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം വയർ ഓർ വയർലെസ്. ദാറ്റ് ഈസ് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഡിവൈസുകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ട് 5 എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് സോഴ്സ് അല്ലെങ്കിൽ സെൻഡർ, സെക്കൻഡ് വൺ റിസീവർ ഓർ ഡെസ്റ്റിനേഷൻ, and third one message, and fourth one communication medium, and fifth one protocol. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഒന്നാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സോഴ്സ് ഉണ്ട്, ഇവിടെ സിസ്റ്റം കാണാം നിങ്ങൾക്ക്. അതുപോലെ ഡെസ്റ്റിനേഷൻ, അതിൻ്റെ സിസ്റ്റവും ഇവിടെ കാണാം. കമ്മ്യൂണിക്കേഷൻ മീഡിയം, അപ്പോൾ ഇവിടുന്ന് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഇവിടുന്ന് ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ഭാഗം സെൻഡർ ഓർ സോഴ്സ് എന്നാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓർ ഡിവൈസ് ഓർ പേഴ്സൺ ദാറ്റ് പ്രൊഡ്യൂസസ് മെസ്സേജ് ഫോർ സെൻഡിങ്. രണ്ടാമത്തത് റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ, സിസ്റ്റം ഓർ ഡിവൈസ് ഓർ പേഴ്സൺ ദാറ്റ് റിസീവ്സ് മെസ്സേജ് ഈസ് കോൾഡ് ഡെസ്റ്റിനേഷൻ. ഒന്ന് സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജിനെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റിസീവർ സൈഡിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുക ചെയ്യുന്നത്. മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ മീഡിയം. കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ പാത്ത് ബൈ വിച്ച് മെസ്സേജ് ട്രാവൽസ് ഫ്രം സെൻഡർ ടു റിസീവർ. അതാണ്. അതിൽ കേബിൾ ആവാം, ഫൈബർ ഒപ്റ്റിക് ആവാം, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോഴ്സിൽ ഫിസിക്കൽ പാത്താണ് കാണിക്കുന്നത്, സോഴ്സ് മുതൽ അതിൻ്റെ റിസീവർ വരെയുള്ള. ആൻഡ് ഫോർത്ത് വൺ മെസ്സേജ്. മെസ്സേജ് മീൻസ് ഇൻഫർമേഷൻ, ഡാറ്റ ഓർ ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എക്സെട്ര ഒക്കെ മെസ്സേജ് ആവാം. ആൻഡ് ലാസ്റ്റ് വൺ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് അലോ ഇലക്ട്രോണിക് ഡിവൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അത് ഇതിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു കൂട്ടം റൂൾസാണ്, സെറ്റ് ഓഫ് റൂൾസാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നോക്കാം. എന്തൊക്കെ സവിശേഷതകളാണ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? അതിൽ ഫസ്റ്റ് വൺ കറക്റ്റ് ഡെലിവറി എന്നുള്ളതാണ്. ഡാറ്റ മസ്റ്റ് റീച്ച് ഓൺലി ദ സ്പെസിഫൈഡ് പേഴ്സൺ. ഒരു സെൻഡർ റിസീവറിന് സന്ദേശം അയക്കുമ്പോൾ അത് യഥാർത്ഥ റിസീവർക്ക് തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. ആർക്കാണോ നമ്മൾ അയച്ചിട്ടുള്ളത് അവർക്ക് തന്നെ ലഭിക്കണം. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് സെക്കൻഡ് വൺ ആക്യുറേറ്റ് ഡെലിവറിയാണ്. ഒരു സെൻഡർ റിസീവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ എന്താണോ അയച്ചത് അല്ലെങ്കിൽ അയക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ റിസീവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഫോമിലാണോ അയച്ചത്, ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ തന്നെ ലഭിക്കണം, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ തന്നെ ലഭിക്കണം, ഇമേജ് ആണെങ്കിൽ ഇമേജ് ആയിട്ട് ലഭിക്കണം. അതാണ് ആക്യുറേറ്റ് ഡെലിവറി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ടൈംലി ഡെലിവറി. ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നത് കൃത്യസമയത്ത് തന്നെ റിസീവർക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അതാണ് ടൈംലി ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ അയച്ചതാണെങ്കിൽ അതേ സെക്കൻഡിൽ ആ അതർ സൈഡിൽ റിസീവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് റേഞ്ച് ഉള്ളതാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ജിറ്റർ. ജിറ്റർ മീൻസ് ഡിലേ ഇൻ ഡെലിവറി. ഡിലേ ബിറ്റ്വീൻ വെൻ എ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഡിലേ, ചെറിയൊരു ഡിലേ ഉണ്ടാവും, ചിലപ്പോൾ അര സെക്കൻഡ് അല്ലേ, അങ്ങനെ ഒരു ഡിലേ, അതാണ് ഉദ്ദേശിച്ചത് ജിറ്റർ മീൻസ്. അതാണ് ജിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ 4 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷന് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, താങ്ക് യു.